അപ്പോൾ നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്, 7ന്റെ ആദ്യ 21 ഗുണിതങ്ങളുടെ ശരാശരി എത്രയാണ്? 7ന്റെ ആദ്യ 21 ഗുണിതങ്ങളുടെ ശരാശരി എത്രയാണ്? നമ്മൾ സാധാരണ ശരാശരി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 7ന്റെ ഗുണിതങ്ങൾ അങ്ങോട്ട് എടുക്കും, 21 ഗുണിതങ്ങൾ അങ്ങോട്ട് എടുക്കും, എന്നിട്ട് അതെല്ലാം കൂടെ ആഡ് ചെയ്യും, എന്നിട്ട് 21 കൊണ്ട് ഹരിച്ചാണ് നമ്മൾ സാധാരണ ശരാശരി കണ്ടുപിടിക്കേണ്ടത്. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഗുണിതങ്ങളുടെ ശരാശരിയല്ലേ? ഗുണിതങ്ങളുടെ ശരാശരി കണ്ടുപിടിക്കാനായിട്ട് സംഖ്യ ഇൻറ്റു n+1/2 ചെയ്താൽ മതി. ഇതെന്താണ്? ഇവിടുത്തെ സംഖ്യ എന്ന് പറയുന്നത് ഏതിൻ്റെ ആണോ ഗുണിതങ്ങൾ, ഏതിൻ്റെതാണോ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 7ൻ്റെതാണ്. അപ്പോൾ ആ സംഖ്യയാണ് ഇവിടുത്തെ സംഖ്യ എന്ന് പറയുന്നത്. അടുത്തത് എത്ര ഗുണിതങ്ങൾ കണ്ടുപിടിക്കണം? ആദ്യം 21 ഗുണിതങ്ങൾ കണ്ടുപിടിക്കണം. അവിടുത്തെ n എന്ന് പറയുന്നത് അപ്പം 21. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഇതിനകത്തേക്ക് ഈ പറയുന്ന സംഖ്യകൾ ഇട്ട് കൊടുക്കാം. ഇവിടുത്തെ സംഖ്യ ഏതാണ്? 7 അല്ലേ? അപ്പം 7 ഇൻറ്റു n എത്രയാണ്? 21. 21 + 1/2. 7 ഇൻറ്റു 21 + 1 എത്രയാണ്? 22. 22/2 എന്ന് കിട്ടി. ഇവിടെ നമുക്ക് വെട്ടിക്കൂടെ? 1 2 2, 11 ഇൻറ്റു 2 ആണ് 22. അവിടെ നിന്നും 11 ഇൻറ്റു 7 കിട്ടി. 11 ഇൻറ്റു 7 എത്രയാണ്? 77 ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്രയാണ്? 77 ആണ്. അങ്ങനെയാണെങ്കിൽ 7ൻ്റെ ആദ്യ 5 ഗുണിതങ്ങളുടെ ശരാശരി എത്രയാണെന്ന് കണ്ടുപിടിച്ച് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ.